ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും പഠിച്ച് പോലീസിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ ധനൂപുമായിട്ട് കുറച്ച് കാര്യങ്ങൾ, ധനൂപിന്റെ എക്സ്പീരിയൻസ് ഒന്നിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ധനൂപിന് എന്റെയും എയിം സ്റ്റഡി സെന്ററിന്റെ പേരിലും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഓക്കെ, അപ്പോ ധനൂപ്, ഞാൻ ഇന്ന് ഇപ്പൊ കുറെ പേര് ഈ ഒരു PSC മേഖലയിലേക്ക് വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് പഠിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതൊരു പാഷൻ ആയിട്ട് കണ്ടു പഠിക്കുന്നവരുണ്ട്, ടൈം പാസിന് പഠിക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ ധനൂപ് ഈ ഒരു 3ാം റാങ്കിലേക്ക് എത്താൻ വേണ്ടി ധനൂപിന്റെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇനി കുറെ പേര് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത് പഠിക്കുന്നവരുണ്ട്, അവർക്കും കൂടി ഒരു ഒരു മോട്ടിവേഷൻ ആവും. അപ്പൊ ധനൂപിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ. ഹായ്, ഞാൻ PSC പഠിക്കുന്നത് 2024 തൊട്ടാണ്. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ച് നമുക്ക് ഒരുവിധം എത്താതെ ആയപ്പോഴാണ് ഞാൻ പിന്നെ വന്ന് റിസൈൻ ചെയ്തിരുന്ന് PSC പഠിച്ച. അപ്പം ഒരു പെട്ടെന്നൊരു ജോലി എന്നുള്ളതിലുപരി നമുക്കൊരു യൂണിഫോം പോസ്റ്റ് അല്ലെങ്കിൽ പോലീസ് എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് വന്ന് നമ്മൾ എയിംസിൽ ചേരുന്നത്. അപ്പം അവിടെ ഇരുന്ന് പഠിച്ചു, കുറെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തു. പിന്നെ അവിടുത്തെ PSC ക്ലാസ്സും സാറുമാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ പഠിച്ചു. ആദ്യത്തെ ഒരു പോലീസിന്റെ പരീക്ഷ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എഴുതുന്ന ആദ്യത്തെ ഒരു പരീക്ഷ തന്നെയായിരുന്നു ഈ പോലീസിന്റെ. അപ്പം അന്നത്തെ ആ ഒരു പോലീസിന്റെ എക്സാം എഴുതുന്നതിന്റെ ടെൻഷനും അതല്ല, നമുക്ക് അവിടുത്തെ PSC പഠനത്തിലൂടെ എയിംസിന്റെ കോച്ചിങ്ങിലൂടെ നമുക്ക് അത് റെഡിയാക്കാൻ പറ്റി. അങ്ങനെ PSC എക്സാം എഴുതി അതിനകത്ത് 3ാം റാങ്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ബെസ്റ്റ് ചെയ്യാന്നുള്ളതിലായിരുന്നു. അപ്പം കുറെ പേര് സപ്പോർട്ട് ഉണ്ടായിരുന്നു, കുറെ പേര് ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊന്ന് ജയിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. കുറെ പേർക്ക് ഒരു മോട്ടിവേഷൻ, നമ്മൾ PSC പഠനം എന്ന് പറയുന്ന ഒരു കുറെ കാലത്തെ ഒരു പ്രയത്നമായിരിക്കും എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളതിലോട്ട് എത്തിക്കുക, ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ കുറച്ചുകൂടെ ഉണ്ടായിരുന്ന ഒരു തോന്നലുണ്ടായിരുന്നത്. അപ്പം പഠിച്ച ഒരു വർഷത്തിനകത്ത് തന്നെ ഞാൻ പരീക്ഷ എഴുതിയിലാണ് ഇപ്പം ഈ 3ാം റാങ്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും ഞാൻ എക്സാമുകൾ വരുന്നുണ്ട്, അപ്പൊ അതിനകത്തും നല്ല റാങ്ക് വരിക എന്നുള്ളതാണ് ഇനിയുള്ള എന്റെ ലക്ഷ്യം. വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വീട്ടുകാർ, ക്ലോസ് ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പക്ഷെ കുറച്ചുപേര് എന്നാലും നമുക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. കിട്ടാൻ ഇച്ചിരി പാടാണ്, കുറച്ചു കാലം കൂടുതൽ പഠിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു. നമുക്ക് പെട്ടെന്നൊരു ജോലി, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മൾ സാലറി മേടിച്ചിട്ട് പിന്നെ പഠിക്കാനിരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് സാലറി ഇല്ലാതാവുന്നത്. അപ്പൊ നമ്മുടെ അത്യാവശ്യമായിരുന്നു ജോലി ആവശ്യമാണ്, നമുക്ക് കിട്ടും, കുറച്ച് സമയം എടുക്കും, പക്ഷെ നമുക്ക് ജോലി അത്യാവശ്യമായിരുന്നു. അപ്പൊ അതിനേതായ നമ്മള് അത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചായിരുന്നു. അപ്പം രാവിലെ ക്ലാസ്സിലാണേലും രാത്രി ഇരുന്ന് നമ്മൾ കുറച്ച് നമ്മുടെ അല്ലാതെ ഗ്രൂപ്പ് സ്റ്റഡിയിലുള്ളവര് സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. ഇതിപ്പോ എത്ര വർഷം എടുത്തു നമ്മൾ എയിംസിൽ വന്നിട്ട്? എയിംസിൽ വന്ന് കറക്റ്റ് ഒരു വർഷം എടുത്തു. നമ്മൾ 2024 ജോയിൻ ചെയ്തു. 25 എക്സാമിന് തന്നെ നമുക്ക് ഫസ്റ്റ് എക്സാം പോലീസിന്റെ ഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോ അതുപോലെ തന്നെ ആ ജോലിക്ക് വരണം മുമ്പ് പ്രൈവറ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്തില്ലേ? അവിടെ വർക്ക് ചെയ്ത ശേഷമാണ് റിസൈൻ നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കാൻ നോക്കിയായിരുന്നു, ട്രൈ ആയിരുന്നു. പക്ഷെ എല്ലാവരും കോച്ചിങ്ങിന് പുറകെ പോകുമ്പോൾ നമ്മൾ പഠിക്കാതെ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മൾ കുറച്ച് പുറകിലോട്ട് എത്തുമായിരുന്നു. അപ്പോൾ പിന്നെ തീരുമാനം എടുത്ത് റിസൈൻ ചെയ്യാം. അത് നമ്മുടെ ഫാമിലി എല്ലാവരും റിസൈൻ ചെയ്ത് പഠിക്കുന്നതിൽ സപ്പോർട്ട് ചെയ്തു, കുറെ പേര് സപ്പോർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ റിസൈൻ ചെയ്തിരുന്നു പഠിച്ച. ഈ ഒരു 3ാം റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ജോലി, ആദ്യം ഒരു ജോലി കിട്ടാന്നുള്ളായിരുന്നു. പിന്നീട് നമുക്ക് നമ്മുടെ ഓപ്ഷനനുസരിച്ച് പോകാനായിരുന്നു. പക്ഷെ പഠിച്ച് വന്നപ്പോ തന്നെ എല്ലാവരും സപ്പോർട്ടില് അവരെല്ലാരും പറഞ്ഞു നല്ല റാങ്ക് കിട്ടും എന്നുള്ളായിരുന്നു. പിന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റും, ഈ 3ാം റാങ്ക് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടുക എന്നുള്ളത് നമ്മളെ ഒപ്പോസ് ചെയ്തവർ അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചവർക്ക് കൊടുക്കാനുള്ള റിസൾട്ടുമായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികളാണ് ഈ യൂണിഫോം പോസ്റ്റിലേക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ വരാൻ പോകുന്ന തലമുറയ്ക്ക് ധനൂപിന് എന്താണ് പറയുക? അതായത് നമുക്ക് ജോലി അല്ലെങ്കിൽ ഇപ്പം യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ കിട്ടാൻ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നവർക്ക് കിട്ടാൻ എളുപ്പമുള്ളതും, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായും തീർച്ചയായും കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പം ഏത് യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും, പിന്നെ ഒരു ഇതാണെങ്കിലും എത്തിപ്പെടാൻ നമുക്ക് കുറച്ച് പാടുണ്ട്. PSC പഠനമാണെങ്കിലും കുറച്ച് കഷ്ടപ്പെടണം, യൂണിഫോം പോസ്റ്റ് കിട്ടണം. ഫിസിക്കൽ ആണെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ട്. ഫിസിക്കലിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെയായിരുന്നു ഫിസിക്കൽ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു? നമ്മളുടെ ടീം, നമ്മൾ എയിംസിൽ പഠിച്ച ടീം തന്നെ അതിലെ ഒട്ടുമിക്ക പേരും ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് ഫിസിക്കൽ ചെയ്തത്. അതിനകത്തും നമ്മുടെ എയിംസിലെ ടീം തന്നെയായിരുന്നു ഫിസിക്കലിനും ഉണ്ടായിരുന്നത്. അപ്പം ഒന്നിച്ച് ഫിസിക്കൽ ചെയ്തു, നമ്മൾ തന്നെ എല്ലാവരും തമ്മിൽ ഇത് ചെയ്ത് ഓരോ ഈവന്റ് ആയിട്ട് ഓരോ ഐറ്റം ആയിട്ട് നമ്മൾ ചെയ്ത് അങ്ങനെ തന്നെയാണ് ഫിസിക്കൽ പാസ് ആയത്. അല്ലാതെ എക്സ്ട്രാ ട്രെയിനിങ്ങിനൊന്നും പോയിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ചെയ്തതാണ്. അപ്പൊ എന്താണ് ധനൂഷ് ഒരു മോട്ടിവേഷൻ എന്ന രീതിക്ക് ധനൂപിന് പറയാനുള്ളത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം
PSC പഠനം എന്നുള്ളത് നമ്മൾ വലിയൊരു കടമ്പ എന്നുള്ളത് വിചാരിക്കുന്നതിനുപരി നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജോലിയിലോട്ട് എത്താം എന്നുള്ളതാണ് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണം അല്ലേ? ഏറ്റവും നല്ലൊരു മുന്നിലെ റാങ്ക് റാങ്കിലോട്ട് ലിസ്റ്റിലേക്ക് എത്തണം. അതന്നെ. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഒരു 3-ാം റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസം ധനൂപ് പഠനത്തിന് വേണ്ടി മാത്രം എത്ര സമയം മാറ്റിവെച്ചു? അതുപോലെ തന്നെ എന്തൊക്കെ പഠിക്കാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, നോട്ട്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, അങ്ങനെ കുറെ എയിംസിന്റെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ ഒരു ഡെയിലി ലൈഫ് എന്ന രീതിയിൽ മാറ്റിവെച്ചത്? അതായത് ഞാൻ രാവിലെ നമ്മൾ ആസ് യൂഷ്വൽ ക്ലാസ്സിലോട്ട് പോകുന്നു, വൈകുന്നേരം ഉച്ചവരെ നമുക്ക് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കമ്പൈൻ സ്റ്റഡി ഇരിക്കുന്നുണ്ട്, ഒരു 5 മണി വരെ നമ്മൾ കമ്പൈൻ സ്റ്റഡി ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നാൽ നമ്മൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് നേരം അല്ലെങ്കിൽ കുറെ അവേഴ്സ് കണ്ടിന്യൂസ് പഠിക്കാന്നുള്ളതിൽ ഉപരി കുറച്ചു നേരം പഠിക്കുന്നു, നമുക്കൊരു ബോർ അടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ലീപ്പി ഫീൽ വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക് എടുക്കുന്നു, പിന്നെ കുറച്ചു നേരം സംസാരിച്ച് അമ്മയായിട്ടൊക്കെ സംസാരിച്ചിരുന്നു, കുറച്ചു നേരം ഫോണൊക്കെ, പിന്നെയും കുറച്ചു നേരം പഠിക്കുന്നു. അങ്ങനെ ബ്രേക്ക് എടുത്ത് ഷിഫ്റ്റ് എടുത്ത് പഠിക്കലായിരുന്നു. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഒരു 11 മണി വരെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകും, ബ്രേക്ക് എടുത്ത് അങ്ങനെ പോകും. പിന്നെ അതിരാവിലെ എണീറ്റ് പഠിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. നമ്മൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ക്ലാസ്സിൽ റിവിഷൻ ഒക്കെ തരുന്നത് രാവിലെ എണീറ്റ് ഒന്നുകൂടെ പഠിച്ചിട്ട് പോവാം. പിന്നെ ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ എക്സാം വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഏതൊരു എക്സാം ആണെങ്കിലും ചെറിയൊരു പരീക്ഷ ആണെങ്കിൽ പോലും അതിലും ഫസ്റ്റ് വരിക അല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് മേടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ പഠിച്ചു പോയതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഇതിലും നമ്മൾ മേളിലോട്ട് എത്തിയെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, പഠിച്ചു കഴിഞ്ഞാൽ PSC ജോലി ആർക്ക് വേണമെങ്കിൽ നേടാൻ പറ്റും, അതും ഏറ്റവും മുന്നിലെ റാങ്കിലേക്ക്. അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് 3-ാം റാങ്ക് സ്വന്തമാക്കിയ ധനൂപ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ് എന്റെയും എയിം സ്റ്റഡി സെന്ററിന്റെയും അഭിനന്ദനങ്ങൾ. താങ്ക് യു.